ചേച്ചി ജോലിക്ക് പോകുന്നുണ്ടോ? അല്ല, ഞാൻ ഹൗസ് വൈഫാണ്. വീട്ടിൽ ചെറിയ കാറ്ററിംഗ് പോലെ ചെയ്യുന്നുണ്ട്. കാറ്ററിംഗ് പോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വൈദ്യുതി നിയന്ത്രണം വരാൻ വേണ്ടി പോകുന്നത് വൈകിട്ട് ഒരു 6 മണി മുതൽ 11 മണി വരെയുള്ള സമയത്താണ്. ഈ സമയത്താകുമ്പോൾ സാധാരണ അടുത്ത ദിവസത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഇരിക്കേണ്ടി വരും. നമുക്ക് നേരത്തെ എല്ലാം പ്രിപ്പയർ ചെയ്ത് 6 മണിക്ക് മുമ്പേ എല്ലാം ചെയ്ത് വെക്കേണ്ടി വരും. ആ ചൂടത്ത് ഉച്ച സമയത്ത് പിന്നെ പറയണ്ട, നല്ല ചൂടാണ്. ആ സമയത്ത് നമ്മൾ ഇപ്പോൾ പണി എടുക്കേണ്ടി വരും. ഉച്ച നേരത്ത് കുറച്ച് കിടക്കുന്ന നേരം പറ്റില്ല, എടുക്കേണ്ടി വരും. നമ്മൾ ഇതൊക്കെ എല്ലാം റെഡിയാക്കി ചെയ്യേണ്ടി വരും. അതൊരവസ്ഥയാണ്. 6 മണിക്ക് മുമ്പായിട്ട് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രായോഗികമാണോ? അതെ, അടുത്ത ഇപ്പോൾ ഈ സമയത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഇനിയും അതിനെക്കാട്ടിലും മോശമല്ലേ. അപ്പോൾ തീർച്ചയായും കഷ്ടം തന്നെയാണ് നമുക്ക്. ഈ കവറിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല നടക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വൈകുന്നേരം ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യണ്ടേ. ഈ കേറ്ററിംഗുകാരാകുമ്പോൾ ഗ്യാസിന്റെ പ്രശ്നവും ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇൻഡക്ഷൻ കുക്കർ കൂടുതലായി ഉപയോഗിക്കേണ്ടി വരുന്നോ? അത്തരം കാര്യങ്ങൾ കൂടി ഈ വീട്ടമ്മയ്ക്ക് പറയാൻ കഴിയും. എല്ലാം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും അവസ്ഥയാണ്. ഗ്യാസ് വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇപ്പോൾ ഈ കാറ്ററിംഗ് പരിപാടിയൊക്കെ എങ്ങനെയാണ്? ഗ്യാസ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പകുതി അടുപ്പത്ത് ഇങ്ങനെ ഇതാക്കും. പിന്നെ കറണ്ടിലെ ചെയ്യുന്നുണ്ട്. ഇൻഡക്ഷൻ കുക്കറാണ്. ഇൻഡക്ഷനിലും ചെയ്യും. അപ്പോൾ അതും പറ്റാത്ത അവസ്ഥയായത്. അപ്പോൾ അങ്ങനെ കറണ്ട് ബില്ല് അപ്പോൾ ഒത്തിരി ആവും ഈ മാസം. ഇപ്പം തന്നെ ഒരു ബില്ല് വന്നിട്ട് എത്ര വന്നിട്ടുണ്ട് ഈ മാസം? 6800 രൂപ വന്നിട്ട്. 6800 വന്നിട്ടുണ്ട്. സർവകാല റെക്കോർഡാണ്. കാരണം അത്ര വരാറില്ല. ഇപ്പോൾ ബില്ല് കയ്യിൽ ബില്ലും പൊള്ളുന്നു, വീടിനകത്തും പുറത്തും ഒക്കെ പൊള്ളുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ ബില്ലിൽ ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷം എന്ന് കൂടി ഉണ്ടോ എന്ന് കൂടി ഇപ്രാവശ്യത്തെ ബില്ലും ഒന്ന് നോക്കേണ്ടതുണ്ട്.